നോക്കി ആ വരി 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 കാസർഗോഡ് വരി വരി ഒരു മിനിറ്റ് കൂടെ എങ്ങോട്ട് വാ അടുത്ത് വരും ആരടുത്ത് വരുന്നു MLA അല്ലല്ല എടുത്തു രാഹുലിന്റെ സ്മൈൽ പാലക്കാട്ട് പുഞ്ചിരികൾ വിടർത്തുകയാണ്. രാഹുലിന്റെ സ്മൈൽ എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ പുഞ്ചിരി. രാഹുലിന്റെ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ രാഹുല് CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ മണിയുമായി ചേർന്നുകൊണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിർമ്മിച്ചു നൽകാൻ പോകുന്ന ഭവന പദ്ധതികളുടെ തറക്കല്ലിടൽ 9ാമത്തെ വീടുകളിലേക്ക് എത്തി നിൽക്കുകയാണ്. 9ാമത്തെ വീടുകളിൽ ഈ പറയുന്ന വിവാദങ്ങൾ ഉണ്ടാക്കിയ കുറെ തീട്ടങ്ങൾ, ആ തീട്ടങ്ങളെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ജീവിക്ക്, മനുഷ്യന് തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു ജീവിക്ക് ഒരു ചെറുവിരലിന്റെ സഹായമെങ്കിലും ചെയ്യുക ഈ പറയുന്ന തീട്ടങ്ങൾക്കായിട്ടുണ്ടോ? ഒരു ചെറുവിരലിന്റെ സഹായം മനുഷ്യന് തന്നെ വേണമെന്നില്ല. ഏതെങ്കിലും ഒരു ജീവനുള്ള ജീവിക്ക് ഒരു ചെറുവിരലിന്റെ സഹായം ചെയ്യാൻ ഈ തീട്ടങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണത്തിന് സാധിച്ചിട്ടുണ്ടോ? അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തില് ഇതാ ഇന്നിപ്പോ 9ാമത്തെ വീടിന്റെ തറക്കല്ലിടലാണ് നിർവഹിച്ചിരിക്കുന്നത്. അയാള് 9ാമത്തെ വീടിന്റെ തറക്കല്ലിടല്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇത് അയാളുടെ വിജയമല്ലാതെ മറ്റെന്താണ്? ഇതാണ് ഞാൻ പറഞ്ഞത്, രാഹുലിന്റെ സ്മൈൽ കണ്ട് പാലക്കാട്ടെ ജനങ്ങൾ പുഞ്ചിരി പടർത്തുകയാണ് എന്ന്. പുഞ്ചിരിയല്ല, അവർ പൊട്ടിച്ചിരിക്കുകയാണ്, ആഹ്ലാദിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം എന്ന് പറയുന്നത്, വീടെന്ന സ്വപ്നം ഒരായുസ് കൊണ്ട് ഒരു വീടിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാധാരണക്കാരായിട്ടുള്ള പട്ടിണി പാവങ്ങളായിട്ടുള്ള ആളുകളുടെ സ്വപ്നമാണ് ഈ രാഹുൽ മാങ്കൂട്ടം സാക്ഷാത്കരിച്ചു കൊടുക്കുന്നത്. ആരെക്കൊണ്ട് സാധിക്കും ഇത്? ആരെക്കൊണ്ടാണ് ഇതിന് സാധിക്കുന്നത്? ഏതവനെ കൊണ്ടാണ് സാധിക്കുന്നത്? ഈ തീട്ടങ്ങളൊക്കെ രാഹുലിനെ വേട്ടയാടാൻ നടക്കുകയെന്നല്ലാതെ മറ്റെന്തിനാണ് ഇവരെ കൊണ്ട് സാധിക്കുന്നത്? അടിസ്ഥാനരഹിതമായ പല കാര്യങ്ങളും, വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കിക്കൊണ്ട് രാഹുലിനെ വേട്ടയാടാനല്ലാതെ മറ്റെന്തിന് ഇവരെ കൊണ്ട് പറ്റും? ഞാനതാണ് ആദ്യമേ ചോദിച്ചത്. മനുഷ്യന് വേണ്ട, ഈ ഭൂമി ലോകത്തുള്ള ഏതെങ്കിലും ഒരു ജീവിക്ക് ഒരു ചെറുവിരലിന്റെ സഹായം ചെയ്യാൻ ഇവരെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം അതാണ്. ഇന്നിപ്പോ നമ്മള് വലിയ സന്തോഷത്തോടെ നമ്മൾ കാണുകയാ ഈ വിഷ്വലുകളൊക്കെ, ഈ ദൃശ്യങ്ങളൊക്കെ. കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന പാലക്കാടിന്റെ മണ്ണില് സിനിമാ താരം തൻവീർ എത്തിക്കൊണ്ട് ഈ 8ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചത്. അത് 8 കഴിഞ്ഞ് 2ാമത്തെ ദിവസം ആവുമ്പോഴേക്കും 9ാമത്തെ വീടിന്റെ തറക്കല്ലിടലും അദ്ദേഹം പൂർത്തീകരിക്കുക. ഇത് തറക്കല്ലിട്ടിട്ട് അങ്ങോട്ട് പോവുകയല്ല, ആ നിർമ്മാണങ്ങൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പാലക്കാട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടിന്റെ മണ്ണില് അയാള് ഈ പറയുന്ന വിവാദങ്ങളോ ലഹളകളോ ഒച്ചപ്പാടുകളോ പുകമറകളോ ഒന്നും അയാളെ തെല്ലും ബാധിച്ചിട്ടില്ല എന്ന് അയാൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുക. പാലക്കാടിന്റെ ജനതയാണെങ്കിലോ കട്ടക്ക് പിന്തുണയുമായിട്ട് രാഹുലിനോടൊപ്പവും നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോ ഈ ഇടുന്ന ഓരോ കല്ലുകളും ഓരോ വീടിന്റെ തറക്കല്ലുകളും ഈ പറയുന്ന ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആരൊക്കെ ആയിക്കോട്ടെ അവന്റെയൊക്കെ നെഞ്ചും കൂടി തകർക്കുന്ന കല്ലുകളായി മാറുകയാണ്. മനസ്സിലായില്ലേ? അവരുടെയൊക്കെ നെഞ്ചും കൂടി തകർക്കുന്ന കല്ലുകളായി മാറുകയാണ്. കാരണം ഇതൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പൊതുജനത്തിലേക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? കാരണം അത്രയധികം വലിയ പ്രവർത്തനങ്ങളല്ല പാലക്കാടിന്റെ മണ്ണിൽ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കാ സാധിക്കുന്നത്? ഈ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് സാധിക്കുമായിരുന്നോ? അവിടെയാണ് രാഹുൽ എന്ന വ്യക്തിയെ നമ്മൾ അളക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തോടുകൂടി, കൃത്യമായ പദ്ധതികളോടുകൂടി താൻ MLA ആയിരിക്കുന്ന മണ്ഡലത്തിൽ തന്നെ വിജയിപ്പിച്ചു വിട്ട തന്റെ വോട്ടർമാർക്ക്
അതല്ലാത്ത പാലക്കാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ പറയുന്ന വീടുകളൊക്കെ ലഭിച്ചിരിക്കുന്നത് രാഹുലിന് വോട്ട് ചെയ്തവർക്ക് തന്നെയാണ് എന്നൊന്നുമില്ല. രാഹുലിനല്ലാതെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പില് രാഹുലിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്കും വോട്ട് ചെയ്തവർക്കും ഈ വീടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ ഇതിന്റെ ഗുണഭോക്താക്കളാക്കാൻ പാലക്കാട്ടെ ജനം എന്നുള്ള എന്നൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പാലക്കാട്ടുകാരനായിരിക്കുക എന്നൊരു കണ്ടീഷൻ, ആ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അവിടെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ എതിർപക്ഷത്ത് ഈ പറയുന്ന കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു, ഈ പറയുന്ന സരീൻ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ വോട്ട് ചെയ്ത ആളുകൾ പലരും ഈ ഇപ്പോ തറക്കല്ലിട്ടിരിക്കുന്ന 9 വീടുകളിൽ പല ആളുകളും അവർക്ക് വോട്ട് ചെയ്തവരാണ്. അതൊന്നും നോക്കിയിട്ടില്ല രാഹുൽ തന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അയാള് മണ്ഡലത്തിലേക്ക് വന്നതും അയാൾ മണ്ഡലത്തിൽ നിന്ന് മാറി നിന്നതും അയാൾ മണ്ഡലത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയതും ഇതൊക്കെ അയാളെ കൂടുതൽ 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 ശക്തനാക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പിന്നെ ഇയാളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, രാഹുലിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ, ഈ പറയുന്ന ഓരോ ദിവസങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഓരോ വീടിന്റെ കല്ലുകൾ, തറക്കല്ലുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ വേട്ടയാടാൻ മുന്നിൽ നിന്നവര്, വെല്ലുവിളിച്ചവര്, ഭീഷണിപ്പെടുത്തിയവര്, കാല് കുത്തിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞവര്, അവരുടെയൊക്കെ നെഞ്ചത്ത് തന്നെയാണ് രാഹുൽ ഈ കല്ലുകളൊക്കെ ഓരോന്നോരോന്നും ഇടുന്നത് എന്നുള്ള പ്രത്യേകത കൂടി രാഹുലിനുണ്ട്. ഇപ്പൊ നമ്മൾ നാടൻ സംസാരത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചെക്കനങ്ങ് കയറി മേയുകയാണ് പാലക്കാട്ട്. ഈ പറയുന്ന വിവാദങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഈ 2ാം വരവിൽ എനിക്ക് തോന്നുന്നു രാഹുലിന്റെ ശക്തി, അയാളുടെ എഞ്ചിൻ ഡബിൾ എഞ്ചിൻ ആയിരിക്കുകയാണ്. അയാളുടെ ശക്തി അത് ഇരട്ടിച്ചിരിക്കുകയാണ്. അയാളുടെ പ്രവർത്തനങ്ങൾ അതിനൊന്നിനൊന്ന് മെച്ചം നിൽക്കുന്ന പ്രവർത്തനങ്ങളുമായി പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ അങ്ങോട്ട് സജീവമാകുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് തന്നെ, രാഹുൽ ഒരു തരംഗമായി മാറുകയാണ് പാലക്കാട്ട്. കൊത്തിക്കീറാൻ നടന്നവർക്ക് മുന്നിലൂടെയാണ് രാഹുൽ തന്റെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പ്രവർത്തി കൊണ്ട്, വാക്കുകൊണ്ടല്ലാതെ പ്രവർത്തി കൊണ്ട് അയാൾ നന്മകൾ വിതറുകയാണ് പാലക്കാടിന്റെ മണ്ണിൽ. ആ നന്മകളോടൊപ്പം തന്നെ ഈ കൊത്തിവലിക്കാൻ നിന്നവരുടെ കാലിനടിയിലെ മണ്ണ് കൂടി ഇങ്ങ് മാന്തിയെടുക്കുന്ന ഒരു സ്വഭാവം കൂടി രാഹുലിനുണ്ട്. കാരണം കിട്ടിയതൊക്കെ ഈ കർണത്ത് കിട്ടുമ്പോ മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുന്ന പതിവ് രാഹുൽ മാങ്കൂട്ടത്തിലില്ല. അയാൾ കിട്ടിയതൊക്കെ കൃത്യമായി ഓർത്ത് വെച്ചിട്ടുണ്ട്. ഇവരുടെ അടിവേര് പിഴുതെറുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പാലക്കാടിന്റെ മണ്ണിൽ നടത്തുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾ ഈ കണ്ട കല്ലിടലോ, ഈ കണ്ട പ്രവർത്തനങ്ങളോ, ഈ കണ്ട ഈ വികസന പ്രവർത്തനങ്ങളോ ഒന്നുമായിരിക്കില്ല നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് പുറത്തു വന്നോട്ടെ, നിങ്ങൾ ഇതിലും വലുത് കാണാൻ പോകുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഇടക്കിടക്ക് ഞാൻ പറയുന്ന കാര്യം. തന്നെ കൊത്തി വലിക്കാൻ ശ്രമിച്ചവർക്ക് അവരുടെ കാലിനടിയിലെ മണ്ണ് കൂടി ഇങ്ങോട്ട് വലിച്ചെടുക്കുക, മാന്തിയെടുക്കുന്ന ഒരു ഏർപ്പാട് പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം, പാലക്കാട് നഗരസഭയും കണ്ണാടിയും ഒക്കെ കോൺഗ്രസിന്റെ ക്യാമ്പിലേക്ക് നടന്നു കയറുന്നത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ സംസാരിച്ചിരുന്നു പട്ടാമ്പിയിലെ ഒരു കാര്യം. ആ പട്ടാമ്പിയിലെ കാര്യം എന്തായിരുന്നു? പട്ടാമ്പിയിലെ ഈ TP ഷാജിയും കൂട്ടരും കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇന്നലെയൊക്കെ വാർത്തകളിൽ. എന്താണ് അതിന്റെ പുറകിലെ രഹസ്യങ്ങൾ? എന്താണ്? ആരാണ് പാലം വിട്ടതാരാണ്? ആ പാലത്തിലൂടെ നടന്നുകൊണ്ട് കാര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതാരാണ്? രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുലിന്റെ മാസ്റ്റർ പ്ലാൻ ആണ് അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് പട്ടാമ്പിയിൽ മാത്രമല്ല, പാലക്കാട് നഗരസഭയിലും കണ്ണാടിയിലും ഇത് നമ്മൾ കാണാൻ പോവുകയാണ്. വരും തെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ കാണും. അതിന് മുന്നോടിയായിട്ട് പല കൂടുമാറ്റങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരും. അതിന് വലിയ താമസമൊന്നുമില്ല. ചിലപ്പോ ഇന്ന്, അല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വരും ദിവസങ്ങളിൽ ഇതൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. എത്രയും പെട്ടെന്ന് സംഭവിക്കും. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് രാഹുൽ കുതിക്കുന്നു പാലക്കാടിന്റെ മണ്ണില്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, എന്താണത്? ഈ പറയുന്ന വിവാദങ്ങള്, ഈ പറയുന്ന ഒച്ചപ്പാടുകള്, വിവാദങ്ങള്, ആരോപണങ്ങള്, പുകമറകള്, ഇതൊക്കെ
ഒരു പരിധിക്കപ്പുറം രാഹുലിന് വലിയ സഹായകമായിട്ടുണ്ട്. എന്നാൽ എങ്ങനെ സഹായമായിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അയാളെ വലിയ ശക്തനാക്കി മാറ്റിയിട്ടുണ്ട്. അയാളെ കുറച്ചുകൂടി ഊർജ്ജസ്വലനാക്കി മാറ്റിയിട്ടുണ്ട്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ രാഷ്ട്രീയ കരുനീക്കങ്ങളും നടത്താൻ കഴിവുള്ള ഒരു നേതാവായി രാഹുലിനെ മാറ്റിയെടുത്തിരിക്കുന്നു. ഈ വിവാദങ്ങളും ഈ പറഞ്ഞ വേട്ടക്കാരും ആരോപണക്കാരും ഒക്കെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഊർജമായി മാറി എന്നുള്ളതാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള യാത്രക്കുള്ള ഇന്ധനമായി മാറി ഈ വിവാദങ്ങൾ എന്നുള്ളത് തന്നെയാണ്. ആ ഇന്ധനങ്ങളിൽ നിന്ന്, ഈ വിവാദങ്ങളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളുകൊണ്ട് തന്നെയാണ് രാഹുൽ തൻ്റെ മേഖല സജീവമാക്കുന്നതും തൻ്റെ പ്രവർത്തനങ്ങൾ ഡബിൾ എഞ്ചിൻ എന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. അയാൾ വികസന പ്രവർത്തനങ്ങളുമായി MLA എന്ന രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ അയാൾ പാലക്കാടിന്റെ മണ്ണിലെ രാഷ്ട്രീയ കരുനീക്കങ്ങളും അതോടൊപ്പം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഓരോ റിസൾട്ടുകളും നമ്മൾ ഇന്നലെ മുതൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ കരുനീക്കങ്ങളുടെ, ചാണക്യ തന്ത്രങ്ങളുടെ പുതിയ റിസൾട്ടുകൾ നമ്മെ തേടി എത്തുന്നതായിരിക്കും.